ഉസ്താദേ, എന്താണ് ദുൽഹിജ്ജ? അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്? ദുൽഹിജ്ജ മാസത്തെ പറ്റി പറയുമ്പോൾ അത് യുദ്ധം നിഷിദ്ധമായ 4 മാസങ്ങളുണ്ടല്ലോ. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, അതിൽ ഉൾപ്പെട്ടൊരു മാസമാണ്. പൊതുവെ ഈ 4 മാസങ്ങളെന്ന് പറഞ്ഞാൽ പുണ്യങ്ങൾക്കെല്ലാം വർദ്ധിതമായ പ്രതിഫലം ലഭ്യമാകുന്ന മാസങ്ങളാണ്. ദുൽഹിജ്ജ പ്രധാനമായിട്ടും ഹജ്ജിൻ്റെ എല്ലാ കർമ്മങ്ങളും, പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ ദുൽഹിജ്ജയിലാണ് നടക്കുന്നത്. വൽ ഫജ്രി വലയാലിൻ നശ്ർ, പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 10 രാത്രികളെ തന്നെയാണ് സത്യം. ഈ 10 ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നാണ് പണ്ഡിതന്മാരും ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. അല്ല, അത് മുഹറത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്, റമദാനിൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളാണെന്ന് എല്ലാ അഭിപ്രായം ഉണ്ടെങ്കിലും ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും വീക്ഷണം അത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നുള്ളതാണ്. ഉസ്താദ്, അപ്പോൾ ഈ 10 ദിവസങ്ങൾ ഉസ്താദ് പറഞ്ഞല്ലോ, ആ 10 ദിവസങ്ങൾ നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട പ്രത്യേക അമലുകളോ നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഈ 10 ദിവസങ്ങളിൽ വൽ ഫജ്ർ സൂറത്ത് ഓതൽ സുന്നത്താണ്. അതുപോലെ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക സുന്നത്താണ്. ആദ്യത്തെ 9 ദിവസം നോമ്പ് അനുഷ്ഠിക്കുക. 10ാമത്തെ ദിവസം പെരുന്നാളാണ്. ഈ ദുൽഹിജ്ജ 9 അറഫ ദിവസമാണല്ലോ. അറഫ ദിവസത്തിൻ്റെ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അറഫ ദിവസം നമുക്ക് ലഭ്യമായി ഉറപ്പുവരുത്തുന്നതിന് സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് 8 കൂടെ നോക്കുക. 8, 9 സവിശേഷമായ സുന്നത്താണ്. മൊത്തത്തിൽ ഈ 9 ദിവസവും നോമ്പ് സുന്നത്താണ്. അതുപോലെ ഉദഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ നഖം, മുടി, രക്തം പോലെയുള്ളതൊക്കെ നീക്കാതിരിക്കുക. ഉദഹിയത്തെന്ന ആ പുണ്യകർമ്മത്തിൽ ശരീരത്തിൻ്റെ മൊത്തമായിട്ടുള്ള പങ്കാളിത്തം, പാപമോചനമൊക്കെ ലഭ്യമാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അതുപോലെ 1 മുതൽ തന്നെ ഈ ഉദഹിയത്തിറക്കപ്പെടുന്ന ആട്, മാട്, ഒട്ടകം ഈ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ജീവികളെ കണ്ടാൽ അല്ലെങ്കിൽ അവയുടെ ശബ്ദം കേട്ട് സാന്നിധ്യം അറിഞ്ഞാൽ തക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട്. അർഫ ദിനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ അർഫ നോമ്പ് കൃത്യമായി സ്ഥിരപ്പെട്ടതാണോ? അർഫ നോമ്പിൻ്റെ മഹത്വം എന്താണ്? അൽ ഹജ്ജു അറഫ എന്നല്ലേ. അറഫ ദിനം എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമാകുന്ന പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പകലാണ് അറഫയുടെ പകൽ. രാവ്, ഏറ്റവും ശ്രേഷ്ഠമായ രാവ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് സാക്ഷിയായ ആ രാവാണ്. പക്ഷേ ആ രാവ് ഇനി ഉണ്ടാവില്ല. ആ ഒരു രാവിൻ്റെ മാത്രം പ്രത്യേകത, ജനിച്ച ആ രാവിൻ്റെ മാത്രം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല രാത്രി, ഏറ്റവും നല്ല രാവ് ലൈലത്തുൽ ഖദറിൻ്റെ രാവാണ്. എന്നാൽ പകൽ, ഏറ്റവും നല്ല പകൽ അറഫയുടെ പകലാണ്. ഈ അറഫയുടെ നോമ്പിന് അടിസ്ഥാനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, അറഫയുടെ നോമ്പാണ് ഫുഖഹാ സുന്നത്ത് നോമ്പിൽ ആദ്യമായിട്ട് എണ്ണുന്ന നോമ്പ്. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാ അൻ യുകഫിറ സനത്തല്ലത്തി ഖബലഹു വല്ലത്തി ബഅദ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അറഫ നോമ്പ് അനുഷ്ഠിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ വർഷത്തെയും വരാനിരിക്കുന്നൊരു വർഷത്തെയും ദോഷം അള്ളാഹു പുറത്തു കൊടുക്കുമെന്നതിൽ എനിക്ക് തികഞ്ഞ പ്രതീക്ഷയുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അടുത്തൊരു വർഷത്തെ ദോഷം പൊറുക്കുമെന്ന് പറയുമ്പോൾ സ്വീകാര്യമായ നിലക്ക് ആ നോമ്പനുഷ്ഠിച്ച വ്യക്തി 1 വർഷം കൂടി ജീവിക്കുമെന്നുള്ള ഒരു ശുഭവാർത്ത, സന്തോഷവാർത്ത ഈ ഹദീസിലുണ്ട്. ഹാജിമാർ അറഫയിൽ നിൽക്കുന്നത് അതിനോടൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരിക്കണമല്ലോ അറഫ നോമ്പ്. അപ്പോൾ അതേ ദിവസം ആയിരിക്കണ്ടേ അറഫ നോമ്പ് നമ്മുടെ എവിടെയും? അറഫ ദിവസം നോമ്പനുഷ്ഠിക്കാനാണ് നമ്മോട് പറഞ്ഞത്. അറഫ ദിവസം എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9-നാണ്. അപ്പോൾ ദുൽഹിജ്ജ 9-ന് നോമ്പനുഷ്ഠിക്കുക. ഹാജിമാരോട് അറഫയിൽ നിൽക്കാൻ പറഞ്ഞത് ദുൽഹിജ്ജ 9-നാണ്. അവരുടെ ദുൽഹിജ്ജ 9 ആകുമ്പോൾ അവർ അറഫയിൽ നിൽക്കും. അവർ അറഫയിൽ നിൽക്കുന്ന അതേ സമയം തന്നെ ലോകത്തുള്ള എല്ലാ വിശ്വാസികളും നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല, അത് അസംഭവ്യമാണ്. കാരണം അവർ അറഫയിൽ നിൽക്കുന്ന ആ പകൽ മുഴുവനും രാത്രിയായി അനുഭവപ്പെടുന്ന എത്രയോ പ്രദേശങ്ങൾ, രാജ്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് എങ്ങനെ നോമ്പനുഷ്ഠിക്കാൻ കഴിയുക? അതുകൊണ്ട് ഭൂമി ഉരുണ്ടതാകുന്ന കാലത്തോളം അങ്ങനൊരു സംഭവം യാഥാർത്ഥ്യമാകില്ല. മാത്രമല്ല,
അവർ അറഫയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മൾ നോമ്പനുഷ്ഠിക്കേണ്ടത് എന്ന് വന്നാൽ അവർ അറഫയിൽ നിൽക്കുന്നത് എപ്പോഴും നമുക്കറിയണ്ടേ? ഇന്ന് നമുക്ക് സൗകര്യം സംവിധാനങ്ങളും ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പഴയ കാലത്തൊക്കെ ഹാജിമാർ ഹജ്ജ് ചെയ്ത് വന്നതിന് ശേഷമാണ് നമ്മളെ നാട്ടിൽ കേരളത്തിലൊക്കെ അറിയുക അവിടെ എന്നായിരുന്നു അറഫ. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു നിർദ്ദേശ നിയമം ഒരിക്കലും ശരീഅത്തിൽ ഉണ്ടാകില്ല, ഇല്ല. നമ്മുടെ നാട്ടിൽ ബലി പെരുന്നാളെന്നും വലിയ പെരുന്നാളെന്നും രണ്ടും പറയാറുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ശരി? രണ്ടും ശരിയാണ്. നമ്മുടെ നാട്ടിൽ നല്ല അതങ്ങനെയുള്ളത് തന്നെയാണ്. ഈദുൽ അദ്ഹ, ഈദുൽ അക്ബർ. ഈദുൽ അദ്ഹ എന്ന് പറഞ്ഞാൽ ബലി പെരുന്നാൾ, ബലികർമ്മം നിർവഹിക്കപ്പെടുന്ന പെരുന്നാൾ. അദ്ഹത്തിൻ്റെ ബഹുവചനമാണ് അദ്ഹൻ. അതിൽ അലിഫ്ലാമ് ചേരുമ്പോഴാണ് അൽ അദ്ഹ എന്ന് പറയുന്നത്. അതാണ് ഈദുൽ അദ്ഹ. ഈദുൽ അക്ബർ, ഈദുൽ അക്ബർ വലിയ പെരുന്നാൾ. ഈദുൽ ഫിത്തറിനെ സംബന്ധിച്ച് തട്ടിച്ച് നോക്കുമ്പോൾ ഈദുൽ അദ്ഹ വലിയ പെരുന്നാളാണ്. കാരണം ദിവസങ്ങളുടെ എണ്ണം ദുൽഹിജ്ജ 10, 11, 12, 13. മാത്രമല്ല പെരുന്നാളുകളുടെ പ്രത്യേക അടയാളമായ ഷിആറായ തക്ബീറിൻ്റെ വിഷയത്തിലും ഈദുൽ അദ്ഹ ഒരുപാട് തക്ബീറുകളുണ്ട്. മുഖയ്യദായ തക്ബീറും മുർസലായ തക്ബീറും മൃഗങ്ങളുമായി ബന്ധപ്പെട്ട തക്ബീറും. ഇങ്ങനെ തക്ബീറിൻ്റെ കാര്യത്തിലും ദിവസങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലൊക്കെ അത് വലുതായതുകൊണ്ട് ഈദുൽ അക്ബർ എന്ന് പറയുന്നു. ബലികർമ്മം പ്രധാനമായതുകൊണ്ട് അതിന് ഈദുൽ അദ്ഹ എന്നും പറയുന്നു. ഉസ്താദ് ഒരുപാട് തക്ബീറുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ആ തക്ബീറിനെ കുറിച്ച് ഒന്ന് വിവരിക്കാം. തക്ബീറുകൾ ഒന്ന് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട തക്ബീറാണ്. അത് ദുൽഹിജ്ജ 1 മുതൽ ഈ മൃഗങ്ങളെ കാണുന്ന സമയത്തുള്ള തക്ബീർ. പിന്നെ മുർസലായ തക്ബീർ, മുഖയ്യദായ തക്ബീർ. മുർസലായ തക്ബീർ 2 പെരുന്നാളുകൾക്കുള്ളതാണ്. അത് പെരുന്നാളിൻ്റെ തലേ ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ, ഈദുൽ ഫിത്തറിലാണെങ്കിൽ ഷവ്വാൽ മാസപ്പിറവി കണ്ടത് മുതൽ, ഈദുൽ അദ്ഹ ദുൽഹിജ്ജ 9 സൂര്യൻ അസ്തമിച്ചത് മുതൽ തുടങ്ങും. എല്ലാവർക്കും സുന്നത്താണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും യാത്രക്കാർക്കും നാട്ടിലുള്ളവർക്കും വാഹനങ്ങളിലും അങ്ങാടികളിലും വീടുകളിലും വഴികളിലുമൊക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഉപാധികളൊന്നുമില്ല. മുത്തലക്കൻ തക്ബീർ, മുർസലായ തക്ബീർ. ഇത് നിസ്കാരത്തിന് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നത് വരെ ഇതിൻ്റെ സമയം നീണ്ടു നിൽക്കും. ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നത് വരെ, സ്വന്തം നിസ്കരിക്കുകയാണെങ്കിൽ അവൻ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്നത് വരെ, അല്ലാഹു അക്ബറിൻ്റെ റാ ഉച്ചരിക്കുന്നത് വരെ അതിൻ്റെ സമയം നീണ്ടു നിൽക്കും. നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം സുന്നത്തായ നിസ്കാരമാണല്ലോ. നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ അത് ളുഹുർ നിസ്കാരത്തിൻ്റെ സമയം വരെ ഈ മുർസലായ തക്ബീറിൻ്റെ സമയം നീണ്ടു നിൽക്കും. ഇതാണ് മുർസലായ തക്ബീർ. മുഖയ്യദായ തക്ബീർ എന്ന് പറഞ്ഞാൽ ഉപാധി, നിസ്കാരത്തിൻ്റെ ശേഷമെന്നുള്ള ഉപാധി നിശ്ചയിക്കപ്പെട്ട തക്ബീർ. അത് വലിയ പെരുന്നാളിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അത് അറഫ ദിവസത്തിൻ്റെ സുബഹി മുതൽ അയ്യാമു തശ്രീഖ് ദുൽഹിജ്ജ 13 അസ്ർ ഉൾപ്പെടെ, അസ്ർ വരെ ഉള്ള നിസ്കാരങ്ങൾക്ക് ശേഷം, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നിർവഹിക്കപ്പെടുന്ന തക്ബീറാണ് തക്ബീർ മുഖയ്യദ്. ഇത് ചെറിയ പെരുന്നാളിനില്ല, വലിയ പെരുന്നാളിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഉസ്താദ് മുഖയ്യദായ തക്ബീറുകളെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അത് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾക്ക്, അദ്കാറുകൾക്ക് മുമ്പാണോ അല്ല അതിന് ശേഷമാണോ ആ തക്ബീർ ചൊല്ലേണ്ടത്? അക്കിബ കുല്ലി സലാത്ത്, എല്ലാ നിസ്കാരങ്ങളുടെയും ഉടനെ എന്നാണ്. അതുകൊണ്ട് മറ്റ് അദ്കാറിൻ്റെ മുമ്പ് തന്നെയാണ് തക്ബീർ ചൊല്ലേണ്ടത്. ഇനി അദ്കാറിൻ്റെ ശേഷമായി, ദുആൻ്റെ ഒക്കെ ശേഷമായി കഴിഞ്ഞാലും സുന്നത്ത് നഷ്ടപ്പെടുന്നില്ല. പക്ഷേ അതിൻ്റെ സമയം നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെയാണ്. എല്ലാ നിസ്കാരങ്ങളെന്ന് പറയുമ്പോൾ അതിൽ മയ്യത്ത് നിസ്കാരവും പെടുമോ? എല്ലാ നിസ്കാരങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ നിസ്കാരവും പെട്ട്, ഫർളും സുന്നത്തും മയ്യത്ത് നിസ്കാരവും. മയ്യത്ത് നിസ്കാരം ഹാദിറാണെങ്കിലും വായിബാണെങ്കിലും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സുന്നത്താണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ആ സുന്നത്ത് കിട്ടുമല്ലോ. തക്ബീറില്ല എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പോൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ പറയപ്പെട്ട സമയത്ത് നിർവഹിക്കപ്പെടുന്ന എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം, മയ്യത്ത് നിസ്കാരം അടക്കമുള്ള എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും സുന്നത്ത് തന്നെയാണ്. ഉസ്താദെ, പെരുന്നാൾ കുളിയെ പറ്റി ഒന്ന് വിവരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ആർത്തവക്കാരികളുടെയൊക്കെ പെരുന്നാൾ കുളി എങ്ങനെയാണ്? പെരുന്നാൾ കുളി സുന്നത്താണ്. നമുക്ക് വർഷത്തിലൊരിക്കൽ കിട്ടുന്നൊരവസരമില്ല പെരുന്നാൾ കുളി. അത് പെരുന്നാളിൻ്റെ രാത്രി, അർദ്ധരാത്രി മുതൽ തന്നെ അതിൻ്റെ സമയം തുടങ്ങുമെങ്കിലും സുബഹിക്ക് ശേഷമാണ് ഏറ്റവും നല്ലത്. പക്ഷേ ആ നിയ്യത്ത് വേണം. പെരുന്നാളിൻ്റെ സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു, നിയ്യത്തുണ്ടാകുമ്പോഴാണ് കുളിയാകുള്ളൂ.
കാരണം കുളിയുടെ 2 ഫർളുള്ളത്, ഒന്ന് നിയ്യത്ത്, അതുപോലെ തന്നെ ശരീരം മൊത്തം വെള്ളെത്തുക. അപ്പോൾ ഫർള് കുളി നമുക്കുണ്ടെങ്കിൽ ഫർള് കുളിയോടുകൂടെ ഇതിൻ്റെ നിയ്യത്ത് ചെയ്താലും അതിൻ്റെ പ്രതിഫലം കിട്ടുമെങ്കിലും 2 കുളി ഉണ്ടെങ്കിൽ 2 കുളി ഉണ്ടാകുമ്പോൾ ഫർള് കുളി കഴിയുന്നതിന് ശേഷം വേറെ തന്നെ കുളിക്കലാണ് ഉത്തമം. അത് ആർത്തവക്കാരി, അതേപോലെ തന്നെ പ്രസവരക്തം പുറപ്പെടുന്ന സ്ത്രീ, അവർക്കെല്ലാം ഈ കുളി സുന്നത്താണ്. എന്തുകൊണ്ടെന്നാൽ ഈ കുളിയുടെ ലക്ഷ്യം ശുദ്ധിയാവുക എന്നുള്ളതല്ല, മറിച്ച് ഭംഗി, വൃത്തി എന്നൊക്കെയാണ്. അതുകൊണ്ട് ആർത്തവക്കാരിക്കും അതേപോലെ തന്നെ നിഫാസുള്ള പെണ്ണിനൊക്കെ ഈ കുളി സുന്നത്താണ്. ഒരു മുസ്ലിം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ദിവസമാണല്ലോ പെരുന്നാൾ എന്നുള്ളത്. ആ പെരുന്നാൾ ദിവസം എങ്ങനെയാണ് ഒരാൾ ഭംഗിയാവേണ്ടത്? വസ്ത്രം കൊണ്ട് എങ്ങനെയാണ് ഭംഗിയാവേണ്ടത്? പെരുന്നാളിന് ഭംഗിയാവേണ്ടത് ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ നീക്കേണ്ട രോമങ്ങൾ, ഗുഹ്യ, കക്ഷാദി രോമങ്ങൾ, മുടി എല്ലാം, അതെല്ലാം നീക്കി നന്നായിട്ട് കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള, മുഞ്ചുള്ള, വിലപിടിപ്പുള്ള വസ്ത്രം. ആ വസ്ത്രത്തിൻ്റെ വെള്ള എന്ന കളറിനേക്കാൾ പ്രാധാന്യം അതിൻ്റെ ഭംഗിയും അതേപോലെ തന്നെ അതിൻ്റെ വിലക്കുമാണ്. ഒരാളുടെ കയ്യിൽ 2 വസ്ത്രമുണ്ട്, ഒന്ന് വെള്ളയാണ്, മറ്റൊന്ന് കളർ വസ്ത്രമാണ്. പക്ഷേ വെള്ളയേക്കാൾ കാണാൻ ഭംഗിയും വിലയും ഒക്കെ ഉള്ളത് കളർ വസ്ത്രത്തിനൊക്കെയാണെങ്കിൽ പെരുന്നാളിന് ആ കളർ വസ്ത്രം ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഭംഗിയാവലിനെ പറ്റി പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണല്ലോ സ്ത്രീകൾ മൈലാഞ്ചി ഇടുക എന്നൊക്കെ ഉള്ളത്. അതെങ്ങനെയാണ് അതിൻ്റെ വിധികളും കാര്യങ്ങളും വരുന്നത്? മൈലാഞ്ചി ഭർത്താക്കളുള്ള സ്ത്രീകൾ ഭർത്താക്കളുടെ താല്പര്യപ്രകാരം ചിത്രപ്പണികളൊന്നുമില്ലാതെ മൈലാഞ്ചിടൽ അവർക്ക് സുന്നത്താണ്. എന്നാൽ അവിവാഹിതകളായ സ്ത്രീകൾ, അതുപോലെ വിധവകളായ സ്ത്രീകൾ, അവർക്കൊക്കെ മൈലാഞ്ചി കറാഹത്താണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കൈകാലുകളിൽ മൈലാഞ്ചി ഉപയോഗിക്കൽ ഹറാമാണ്. പിന്നെ തലയിലും അതേപോലെ തന്നെ താടിയിലൊക്കെ നരച്ചു കഴിഞ്ഞാൽ കറുപ്പിക്കൽ ഹറാമാണ്. അവിടെ മൈലാഞ്ചി കൊണ്ട് ചുവപ്പിക്കൽ സുന്നത്തായിട്ട് കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെരുന്നാൾ ദിവസം ഒരാളോട് എങ്ങനെയാണ് പെരുന്നാൾ ആശംസ അറിയിക്കൽ? അത് ഇസ്ലാമികമാണോ? പെരുന്നാൾ എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു ദിവസമല്ലേ. അപ്പോൾ കാണുമ്പോൾ ആ സന്തോഷം പ്രകടിപ്പിക്കുക, ആശംസ നേരുക, അതൊക്കെ ഇസ്ലാമികമാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും പോലെയുള്ള വചനങ്ങളിലൂടെ ദുൽഹിജ്ജ 13 അയ്യാമു തശ്രീക്ക് അവസാനിക്കുന്നത് വരെ സുന്നത്തായ കർമ്മമാണ് ഈദ് ആശംസകൾ നേരൽ. പെരുന്നാൾ നിസ്കാരവും അതിൻ്റെ സമയമൊക്കെ, അതിൻ്റെ ക്രമം എങ്ങനെയാണ്? പെരുന്നാൾ നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ബലിപെരുന്നാൾ നിസ്കാരം. അതിൻ്റെ സമയം സൂര്യൻ ഉദിച്ചത് മുതൽ, സൂര്യൻ ഉയർന്നത് മുതൽ, ഒരു കുന്തത്തിൻ്റെ കണക്ക് ഉയരുക എന്ന് പറയുക, ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഉത്തമം. ളുഹൂർ നിസ്കാരത്തിൻ്റെ സമയം വരെ സമയം നീണ്ടു നിൽക്കും. എന്നാൽ വലിയ പെരുന്നാൾ നിസ്കാരം ഈ സമയത്തിൻ്റെ ആദ്യത്തിൽ തന്നെ നിർവഹിക്കലാണ് ഏറ്റവും നല്ലത്. കാരണം നിസ്കാരശേഷം ഉളുഹിയ്യത്ത് കാര്യങ്ങൾക്കൊക്കെ വിശാലമായ സമയം ലഭ്യമാവാൻ. അതേസമയത്ത് ചെറിയ പെരുന്നാളിൽ കുറച്ച് പിന്തിപ്പിക്കൽ സുന്നത്താണ്. കാരണം ഫിത്ർ സക്കാത്തിൻ്റെ വിതരണത്തിനൊക്കെ സൗകര്യം ഉണ്ടാകാൻ വേണ്ടി ചെറിയ പെരുന്നാൾ നിസ്കാരം കുറച്ച് പിന്തിപ്പിക്കൽ സുന്നത്താണ്. ഉളുഹിയത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, അപ്പോൾ ഉളുഹിയത്തിൻ്റെ മഹത്വം എന്താണ്? ഉളുഹിയ്യത്ത് തന്നെയാണല്ലോ ആ പെരുന്നാളിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം, സംഗതി. ഈദുൽ അദ്ഹ, അല്ലിമു ലഹായാക്കും ഫൈന്നഹ മത്തായാക്കും അല സിറാത്ത്. സിറാത്ത് പാലത്തിൻ്റെ മേലിൽ നിങ്ങളുടെ വാഹനങ്ങളായിരിക്കും നിങ്ങളിറക്കുന്ന ബലിമൃഗങ്ങൾ എന്ന ഹദീസിൽ കാണാം. ആ മൃഗത്തിൻ്റെ രോമങ്ങളുടെ എണ്ണങ്ങൾക്ക് കണക്കായിട്ട് സൽക്കർമ്മം രേഖപ്പെടുത്തപ്പെടുന്ന അടുത്ത ആൾക്ക്. മാ അമില ബിനു ആദം യൗമൻ നഹർ മിൻ അമലിൻ അഹബ്ബ ഇലല്ലാ മിൻ നിഹ്റാക്കിദ്ദം. ബലിപെരുന്നാൾ ദിവസത്തിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായത് ഇഹ്റാഖുദ്ദമാണ്,
ബലിമൃഗത്തിൻ്റെ രക്തം ഒലിപ്പിക്കുക. അതിനേക്കാൾ അള്ളാഹുവിനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കർമ്മവും ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. മഹത്വം പറയേണ്ടതില്ലല്ലോ. അതാണ് ഉളുഹിയ്യത്ത്, ബലികർമ്മം. അപ്പോൾ ഈ ഉൽഹിയത്തിൽ പരിഗണിക്കപ്പെടുന്ന മൃഗങ്ങൾ ഏതാണ്, അതിൻ്റെ വയസ്സ്? ഉളുഹിയ്യത്തിൽ പരിഗണിക്കപ്പെടുന്ന മൃഗങ്ങൾ ആട്, മാട്, ഒട്ടകം. മാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പശു, കാള, മൂരി, പോത്ത്, എരുമ ഇതിനെല്ലാം ഉൾപ്പെടുത്തുന്ന ഒന്നാണ് മാട് എന്നുള്ള പ്രയോഗം. ഒട്ടകം, ആട്, മാട്, ഒട്ടകം. പ്രായം ആടുകൾ, കോലാടുകൾക്ക് 2 വയസ്സാവണം. നമ്മുടെ നാട്ടിലുള്ള ആടുകൾ കോലാടുകളാണ്. നെയ്യാടിന് 1 വയസ്സ് മതി. അല്ലെങ്കിൽ 6 മാസം ആയി പല്ല് പറഞ്ഞാലും പരിഗണിക്കപ്പെടും. അത് സ്ഖലനത്തിലൂടെ അതെനിക്ക് പ്രായപൂർത്തിയായതിൻ്റെ അടയാളമാണ്. മാട് വർഗത്തിനിക്ക് 2 വയസ്സാവണം, ഒട്ടകത്തിനിക്ക് 5 വയസ്സും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രായത്തിൻ്റെ കണക്ക്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കോഴിയുടെ വിഷയം നമ്മൾ പ്രത്യേകം നോക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. കോഴി ഷാഫി മദ്ഹബിൽ എന്തായാലും കോഴിക്ക് വകുപ്പില്ല. എങ്കിലും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കോഴി അരയന്നം പോലെയുള്ളതിനൊക്കെ അറുത്താൽ ഉളുഹിയ്യത്ത് ലഭിക്കുമെന്ന് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. ആടിനും പോത്തിനൊന്നും അറക്കാൻ കഴിയാത്തവർ കോഴിയെങ്കിലും അറുത്തിട്ട് ആ സുന്നത്ത് ലഭ്യമാക്കണമെന്ന് ചില ഇമാമിയങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൃഗങ്ങളുടെ വയസ്സ് എങ്ങനെയാണ് അറിയാൻ പറ്റുക? മൃഗങ്ങളുടെ ലക്ഷണങ്ങൾ അറിയുന്ന ആളുകളെ വാക്ക് നമുക്ക് സ്വീകരിക്കാം. അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന നമുക്ക് വിൽക്കുന്ന ആളുണ്ടാവുമല്ലോ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പ്രസവിക്കപ്പെട്ട മൃഗമാണെങ്കിൽ അദ്ദേഹം വിശ്വസ്തനാണെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്ക് സ്വീകരിക്കാം. ഇതൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ. ഈ ഉൽഹിയത്തിൻ്റെ സമയം എപ്പോഴാണ്? പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം പറഞ്ഞില്ല, ആ സമയമായി. പിന്നെ ലളിതമായ നിലയ്ക്ക് 2 റക്അത്ത് നിസ്കാരം, ലളിതമായ രീതിയിൽ 2 ഖുത്ബ നിർവഹിക്കാൻ ആവശ്യമായ സമയം എത്രയാണോ ആ സമയം കഴിഞ്ഞ് ഉളുഹിയ്യത്തിൻ്റെ സമയം തുടങ്ങും. അയ്യാമുത്ത് തശ്രീക്കിൻ്റെ സൂര്യാസ്തമയം വരെ ആ സമയം അവശേഷിക്കും. പങ്കാളികളായി ഉളുഹിയ്യത്ത് അറക്കുന്നത് എങ്ങനെയാണ്? മാട്, അതുപോലെ ഒട്ടകം, ഇതിലൊക്കെ 7 ആളുകൾക്ക് വരെ പങ്കുചേരാം. ആടിൽ പങ്കാളിത്തല്ല, ഒരാൾ മാത്രം ഇറക്കണം. 2 ആൾ കൂടിയിട്ട് ഒരു ആടിനെ ഇറക്കാൻ പറ്റില്ല. എന്നാൽ 2 ആൾ അല്ലെങ്കിൽ 3 ആൾ 7 ആൾ വരെ പോകാം. മാടിലും അതേപോലെ തന്നെ ഒട്ടകത്തിലും. അതേസമയം 7ൽ കവിഞ്ഞ പങ്കാളിത്തം ഉണ്ടാവാനും പാടില്ല. 8 ആൾ ചേർന്നുകൊണ്ട് 2 പോത്തിനെ ഇറക്കുക, അത് പറ്റൂല. കാരണം ഓരോ പോത്തിലും പങ്കാളികൾ എത്രയായി? 8 ആളുകളായി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ചില നാടുകളിലൊക്കെ ഉളുഹിയ്യത്തിൽ പങ്കാളികളാകുന്ന ആളുകൾ 10,000 രൂപ അടക്കുക എന്നൊക്കെ പറയും, കമ്മിറ്റി ഏൽപ്പിക്കുക. അങ്ങനെ കുറേ ആളുകൾ 10,000 കൊടുത്ത്, ഉദാഹരണത്തിന് 35 ആളുകൾ, അങ്ങനെ 3 ലക്ഷം റുപ്യ സ്വരൂപിക്കപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെ കമ്മിറ്റി ഒരു 5 പോത്തിനെ വാങ്ങുന്നു, എന്നിട്ട് ഉളുഹിയ്യത്തറുത്ത് വിതരണം ചെയ്യുന്നു. ഇതൊന്നും ഉളുഹിയ്യത്താവില്ല. കാരണം ഈ 5 പോത്തിൽ ഓരോ പോത്തിലും പങ്കാളികൾ എത്രയാണ്? 35 ആളുകളാണ്. അതുകൊണ്ട് അതൊന്നും ഉളുഹിയ്യത്തായി പരിഗണിക്കപ്പെടുകയില്ല. അതൊക്കെ വെറും കേവലം മാംസ വിതരണം മാത്രം. അത് ശരിയാവാനുള്ള മാർഗം ഈ 35 ആളുകൾ 7 ഗ്രൂപ്പുകളായി മാറുക, 7 പേരടങ്ങുന്ന 5 ഗ്രൂപ്പുകളായി മാറുക. എന്നിട്ട് ഈ ഓരോ ഗ്രൂപ്പിനും ഓരോ പോത്തിനെ നിശ്ചയിക്കുക. എന്നിട്ട് അവരുടെ പോത്തിനെ അവർ കണ്ട് നിയത്തൊക്കെ ചെയ്ത് കൃത്യമായിട്ട് ഇറക്കുക. പക്ഷേ അവിടെ പോത്തിൻ്റെ വിലകൾ വ്യത്യാസം ഉണ്ടാകും. അപ്പം ചില ആളുകൾ 12,000 അടക്കേണ്ടി വരും, ചില ആൾക്ക് 8,000 ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ബാക്കിയുള്ളവർ ഇഷ്ടപ്പെടണം. തൃപ്തിപ്പെട്ടാൽ നമ്മുടെ ചെറിയ പോത്തിന് ഈ വില കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ വേണ്ട, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ കൃത്യമായിട്ട് 7 ആളുകൾ ഞങ്ങളുടെ മൃഗം ഇന്നതാണ് എന്ന് മനസ്സിലാക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുകയും വേണം. അപ്പോഴേ അത് ഉളുഹിയ്യത്തായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. പങ്കാളികൾ 7 ആവുമ്പോൾ വിഹിതം 7 ആക്കി വിഹിതം വെക്കേണ്ട ആവശ്യമുണ്ടോ? 7 ആളുകൾ കൂടി ഇറക്കുമ്പോൾ 7 ഓഹരി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എല്ലാവരുടെ ഓഹരിയിൽ നിന്നും ഒരു ഫക്കീറിനെങ്കിലും നിർബന്ധമായി കൊടുക്കേണ്ട ഒരു വിഹിതം കിട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ഇത് എല്ലാവരുടെയും സമ്മതപ്രകാരം ഓഹരി ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു 5 കിലോ അല്ലെങ്കിൽ 10 കിലോ എടുത്ത് ഈ പറയപ്പെട്ട അവകാശികൾക്ക് കൊടുത്താൽ അതെല്ലാവരുടെയും ഹക്ക്, അവകാശം, എല്ലാവരുടെയും ബാധ്യതയോടെ നിർവഹിക്കപ്പെടും.
എന്നാൽ ഏഴായി ഓഹരി ചെയ്ത് അവർ തന്നെ കൊടുത്താൽ ഒന്നുകൂടെ ഭംഗിയായി. നിയത്തിൻ്റെ വിധി, അതുപോലെ തന്നെ നിയത്തിൻ്റെ സമയം എപ്പോഴാണ്? നിയ്യത്തിൻ്റെ വിധി വാജിബ്. ഏത് കർമ്മങ്ങളും സ്വീകാര്യമാവാൻ നിയ്യത്ത് നിർബന്ധമാണ്. ഉലുഹിയ്യത്തിന് ഉലുഹിയ്യത്താക്കുന്ന നിയ്യത്താണല്ലോ, അല്ലെങ്കിൽ പോത്തിനടുത്ത് മാംസം കൊടുക്കലായിരിക്കും. നിയ്യത്ത് വേണം. നിയ്യത്ത് അറവിൻ്റെ സമയത്താവാം, അല്ലെങ്കിൽ സുന്നത്തായ ഉലുഹിയ്യത്തിൽ അറവിൻ്റെ സമയത്താവാം, അല്ലെങ്കിൽ ആ മൃഗത്തെ ഉലുഹിയ്യത്തിനായി മാറ്റിവെക്കുന്ന സമയത്ത് അപ്പോഴും നിയ്യത്ത് ചെയ്യാം. നിയ്യത്ത് നിർബന്ധമാണ്. നിയ്യത്തില്ലാതെ നിസ്കരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതേപോലെ തന്നെയാണ് നിയ്യത്തില്ല ഉലുഹിയ്യത്ത് അറുത്താലും. ഫർലായ നേർച്ചയാക്കപ്പെട്ട ഉലുഹിയ്യത്താണെങ്കിൽ നിയ്യത്തില്ലാതെ അറുത്താൽ ആ കടം വിടൂല. സുന്നത്തായ ഉലുഹിയ്യത്താണെങ്കിൽ ആ സുന്നത്തിൻ്റെ പ്രതിഫലം, ഉലുഹിയ്യത്ത് എന്ന സുന്നത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ഇല്ല. നിയ്യത്ത് നിർബന്ധമാണ്. 7 ആളുകൾ കൂടിയിറക്കുന്ന സമയത്തൊക്കെ 7 ആളും നിയ്യത്ത് ചെയ്യണം, അല്ലെങ്കിൽ നിയ്യത്ത് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കണം. അറിവിനെ ഏൽപ്പിക്കുന്നത് പോലെ ഓരോരുത്തരും നിയ്യത്തിൻ്റെ കാര്യം ഏൽപ്പിക്കണം. അപ്പോൾ മാത്രമേ അവരുടെ ഉലുഹിയ്യത്തായി അത് പരിഗണിക്കപ്പെടുകയുള്ളൂ. ഉലുഹിയ്യത്തിൻ്റെ മാംസവിതരണം എങ്ങനെയാണ്? ഉലുഹിയ്യത്തിൻ്റെ മാംസവിതരണം ഫർലായ നേർച്ചയാക്കപ്പെട്ട ഉലുഹിയ്യത്താണെങ്കിൽ അതിൻ്റെ മാംസം പൂർണ്ണമായിട്ടും വിതരണം ചെയ്യണം. പാവപ്പെട്ടവർക്ക് മാത്രം, സക്കാത്തിൻ്റെ അവകാശികളായ ഫക്കീർ, മിസ്കീൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണം. അറുത്ത ആളോ അദ്ദേഹത്തിൻ്റെ ആശ്രിതരോ അഥവാ അദ്ദേഹം ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളോ അതിൽ നിന്ന് അല്പം പോലും ഉപയോഗിക്കാൻ പാടില്ല. അതിൻ്റെ തോലടക്കം എല്ലാം ഫക്കീറിനും മിസ്കീനും അവകാശപ്പെട്ടതാണ്. അതേസമയത്ത് സുന്നത്തായ ഉലുഹിയ്യത്താണെങ്കിൽ അതിൽ നിന്ന് നിസ്സാരമല്ലാത്തൊരു വിഹിതം, ഒരു 1/2 കിലോ ഇറച്ചിയെങ്കിലും ഈ പറയപ്പെട്ട ഫക്കീർ മിസ്കീനിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾക്ക് കൊടുത്താൽ കടമ വീടി, ബാക്കി മുഴുവനും അറുത്ത ആൾക്ക് ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ബർക്കത്തിന് വേണ്ടി കരളിൽ നിന്നോ അല്പം എടുത്ത് മുഴുവനും സദക്ക ചെയ്യലാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ 3 ആയി വിഹിതിച്ച് അതിൽ ഒരു ഭാഗം അറുത്താളെടുക്കുകയും ബാക്കി ഉള്ളത് പാവപ്പെട്ടവർക്ക് സദക്ക ചെയ്യാം. അതുപോലെ തന്നെ ധനികന്മാരായ ആളുകൾക്ക് ഹദിയ ചെയ്യാം. ഇങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത്. പെരുന്നാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണല്ലോ ബലി അറക്കുക, ഉലുഹിയ്യത്ത് അറക്കുക എന്നുള്ളത്. ഈ ബലിയുടെ ചരിത്രപരമായ പ്രസക്തി എന്താണ്? വലിയ പെരുന്നാൾ, അതേപോലെ തന്നെ ഹജ്ജ് തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ 2 പ്രവാചകന്മാരുടെ സ്മരണകളായവർക്കുകയാണ്. പരീക്ഷണങ്ങളുടെ തീച്ചുളയിലൂടെ സഞ്ചരിച്ച 2 പ്രവാചകന്മാരാണ് ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവരുടെ ത്യാഗോജ്ജലമായ ജീവിതത്തിൻ്റെ ഓർമ്മകൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കാത്തിരിപ്പിന്, പ്രാർത്ഥനകൾക്ക് ശേഷം തനിക്ക് ലഭിച്ച ഒരു മകനാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളരെ ഓമനിച്ച് സന്തോഷത്തോടെ വളർത്തി ഉപ്പയുടെ കൂടെ തുള്ളിച്ചാടി നടക്കുന്നൊരു പ്രായമാകുന്ന സമയത്താണ് അള്ളാഹുവിൻ്റെ ആജ്ഞയുണ്ടാകുന്നത്, മകനെ അള്ളാഹുവിന് വേണ്ടി അറുക്കണമെന്ന്. പരിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അത് ബഹുക്ക, മോനെ നിന്നെ അള്ളാഹ്ക്ക് വേണ്ടി അറുക്കണമെന്ന് അള്ളാഹുവിൻ്റെ ആജ്ഞയുണ്ട്. ഫന്നുർ മാതാ തറ, നിൻ്റെ അഭിപ്രായം എന്താണ് എന്ന് മോനോട് ചോദിക്കുമ്പോൾ സതജുദ്നി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ യാ അബതി ഫഅൽ മാ തുഅ്മർ, ഉപ്പ എന്താണോ അള്ളാഹുവിൻ്റെ ആജ്ഞ അത് ഉപ്പ നടപ്പിലാക്കിയാലും ഞാൻ സഹിക്കാം, ക്ഷമിക്കാം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ ഒരുങ്ങുന്ന ആ സമയം, യാ ഇബ്രാഹിം കസ്സദ്ദക്ത റുയ, ഇബ്രാഹിം തൊട്ടുപോകരുത്, ഇതൊരു പരീക്ഷണമായിരുന്നു, അങ്ങ് വിജയിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ അർപ്പണബോധം, ഈ മനസ്സിൻ്റെ കരുത്ത്, അതിൻ്റെ അനുധാവനമാണ് ബലികർമ്മത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ലയ്യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ബലി അറുക്കുന്ന മൃഗത്തിൻ്റെ ചോരയോ അതിൻ്റെ മാംസമോ ഒന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തുന്നില്ല, മറിച്ച് അതിനറുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുധാവനം ചെയ്തുകൊണ്ടുള്ള നിങ്ങളുടെ ആ ത്യാഗ മനസ്ഥിതി, മനസ്സിൻ്റെ കരുത്ത്, അതാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. മനസ്സാണ് പ്രധാനം. മനസ്സ് നന്നായാൽ എല്ലാം നന്നായി. മനസ്സിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ് ബലികർമ്മം തുടങ്ങിയുള്ള ഇസ്ലാമിലെ എല്ലാ നല്ല കാര്യങ്ങളും മനുഷ്യൻ്റെ മനസ്സ് നന്നാക്കാനാണ്. മനസ്സ് നന്നായാൽ എല്ലാം നന്നായി, മനസ്സ് ദുഷിച്ചാൽ എല്ലാം ദുഷിച്ചു പോയി. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ.